2024 ഡിസംബർ 7 പ്രസിദ്ധ മാധ്യമമായ ദ വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. വിൻലോർ മെറൻകോട്ടും മാത്യു ഹേ ബ്രൗണും ചേർന്ന് എഴുതിയ ആ റിപ്പോർട്ട് ഒരു കൂട്ടക്കൊലയുടേതായിരുന്നു. ആഭിചാരങ്ങളുടെ പേരിൽ 207 പേരെ ഹെയ്ത്തിയൻ വിമത സൈന്യം കൊന്നു തള്ളി എന്ന വാർത്ത. ഒരാഴ്ചയ്ക്കുള്ളിൽ 207 പേരുടെ കൂട്ടക്കൊല. കൊല്ലപ്പെട്ടതിൽ 120-ലധികം പേരും 60 വയസ്സിന് മുകളിലുള്ളവർ. ഹെയ്ത്തിയൻ കൂട്ടക്കൊലയെക്കുറിച്ച് സന്നദ്ധ പ്രവർത്തകൻ പിയറി എസ്പെരാൻസിൻ്റെ ആമുഖം ഇങ്ങനെയായിരുന്നു: ദ പീപ്പിൾ ഓഫ് ഹെയ്ത്തി ആർ ഗോയിങ് ത്രൂ ഹെൽ ടുഡേ. ഹെയ്ത്തിയും കോങ്കോയും ചാഡും നൈജീരിയയും മുതൽ ഇന്ത്യയടക്കം എത്രയോ രാജ്യങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും വകഭേദങ്ങൾ കണ്ടവരാണ്. ബ്ലാക്ക് മാജിക് എന്ന അന്ധവിശ്വാസങ്ങളുടെ പിടിയിലുള്ള പല സമൂഹങ്ങൾക്കും ഏറിയും കുറഞ്ഞും ഇത്തരം വിചിത്രാരാധനകളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അതായത് ദുരാചാരങ്ങളുടെ കഥ ആർക്കും അന്യമല്ലെന്നർത്ഥം. എന്നാൽ അതിനെ തുടർന്നുള്ള കൂട്ടക്കൊല ലോകത്തെ ഞെട്ടിച്ചു. എല്ലാവരും നടുങ്ങി. കോവിഡ് കാലം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ കെടുതിയിലാക്കിയതിൽ മന്ത്രവാദത്തിന് കൂടി പങ്കുണ്ടെന്ന് UN കണ്ടെത്തിയിരുന്നു. കോവിഡ് വൈറസ് എന്ന ഭൂതത്തെ ഓടിക്കാൻ അവർ വിചിത്രാചാരങ്ങൾ ചെയ്തു. പ്രോട്ടോകോൾ അറിയാതെ രോഗം പടരാൻ ഇത് കാരണമായെന്നും ഇത് മരണസംഖ്യ കൂട്ടിയെന്നും UN പിന്നീട് പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. ഈ ആധുനിക കാലത്തും വൈറസിനെതിരെ പാത്രം കൊട്ടാൻ ഒരു പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത രാജ്യത്തിരുന്ന് തന്നെയാണ് ഇത് പറയുന്നത്. എന്നാൽ ആഭ്യന്തര കലാപവും വംശീയ സംഘർഷവുമാണ് ആഫ്രിക്കയുടെ, പ്രത്യേകിച്ച് ഹെയ്ത്തി ജീവിതത്തെ സമാനതകളില്ലാത്ത ദുരന്തമാക്കിയത്. പുതിയ കൂട്ടക്കൊല അതിൻ്റെ അവശിഷ്ട സ്മാരകവും. സംഘർഷത്തെ തുടർന്ന് 7 ലക്ഷത്തോളം ജനം മാറ്റിപ്പാർപ്പിക്കപ്പെടുകയും 41,000 പേരെ പലായനത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത നാളുകളിലാണ് ഹെയ്ത്തിയൻ ജനത. അതിനിടെ കൊന്നു തള്ളപ്പെടുന്നു കുറേ മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട്. സമാനമായ സംഭവം കഴിഞ്ഞ ജൂണിൽ ഹെയ്ത്തിയുടെ വടക്ക് പോൺസോൻഡയിൽ നടന്നു. അന്ന് കൊല്ലപ്പെട്ടത് 70 പേരാണ്. ക്ലിറ്റോറിസ് ഭേദിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ നരകജീവിതം ലോകത്തുണ്ട്. ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നടപ്പാക്കുന്ന ദുരാചാര വിധിയുടേത് കൂടിയാണ് ഈ ലോകം. വടക്ക് കിഴക്കൻ നൈജീരിയൻ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘമായ ബൊക്കോ ഹറം നടപ്പാക്കുന്ന നീചപ്രവൃത്തികളിലൊന്നാണിത്. ഗോത്രാചാരങ്ങളുടെ പേരിൽ ഇങ്ങനെ പലതരം അനീതികൾ പല സമൂഹങ്ങളിലുമായുണ്ട് ലോകത്ത്. അതുകൂടി കണ്ടാണ് സാങ്കേതിക വിദ്യയിൽ അഭിരമിക്കുന്ന ഈ ലോകം സഞ്ചരിക്കുന്നതും. ഈ ദുനിയാവിൽ ഇതെല്ലാം നടക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന തരം നടുക്കമുണ്ടാക്കുന്ന അത്ഭുതകരമായ അനുഭവകഥകൾ. നൈജീരിയൻ എഴുത്തുകാരനായ ചിന്നു അച്ചബയുടെ തിങ്സ് ഫാൾ എപ്പാർട്ട് എന്ന നോവലിലെ കുഞ്ഞിൻ്റെ നരബലി വായനക്കാരുടെ മനസ്സിൽ തറഞ്ഞ ദൃശ്യമാണ്. എന്നാൽ അതെഴുതി അരനൂറ്റാണ്ടിന് ശേഷവും ലോകത്തിൻ്റെ പ്രാകൃതാചാര വകഭേദങ്ങൾ ഈ രാജ്യത്തടക്കം നാം കാണുന്നു. അഫ്ഗാനും ദുരാചാരങ്ങളുടെ മറ്റൊരു വിചിത്ര ലോകമാണ്.
സോവിയറ്റ് പിന്തുണയുള്ള ലിബറൽ അഫ്ഗാനിൽ നിന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ പിൻയാത്ര ഈ താലിബാനിസ്റ്റ് രാജ്യം നടത്തിക്കഴിഞ്ഞു. ആഭിചാരക്രിയയെന്ന ദുരാചാരം കേരളത്തിന് അപരിചിതമേയല്ല. ഇത്തരം നിരവധി അനാചാരങ്ങളുടെ കൂടാണല്ലോ ഇന്ത്യൻ ഗ്രാമങ്ങൾ. മുഹറം ദിനത്തിലെ സ്വയം പീഡാ മുറിവേൽപ്പിക്കൽ പ്രൊസഷനും കുഞ്ഞുങ്ങളെ വരെ മുറിപ്പെടുത്തുന്ന ഗരുഡൻ തൂക്കവും തീയിൽ ചാടി മറിയുന്ന വിശ്വാസികളും നരബലിയും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാം ചേർന്നതാണ് ആധുനികത അതിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും സൃഷ്ടിച്ചു കഴിഞ്ഞ ലോകത്തിൻ്റെ വർത്തമാനം. ആ അർത്ഥത്തിൽ കിളിപോയ ലോകം കൂടിയാണിത്.